Hi all, welcome to StudyWin PSC ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയറിലെ +2 ലെവൽ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങളുണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ഓപ്ഷൻ സി 1 and 3. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ, അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്ത്. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായതേത്? ഓപ്ഷൻ എ 1 മാത്രം. തൃശൂർ പൂരം ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകളാണ്: 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഓർത്തു വെച്ചോണം മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തി. 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ചുവടെ നൽകിയിട്ടുള്ളവയിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി ഏതാണ്? ഓപ്ഷൻ ഡി 1.25 കോടി മലയാളികൾ. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ കൃതി 1.25 കോടി മലയാളികൾ. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? ഓപ്ഷൻ ബി 1 and 3. കേസരി ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജി. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏതാണ്? കേസരി ബാലഗംഗാധര തിലകൻ, വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായി നവറോജി. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? ഓപ്ഷൻ എ 3 മാത്രം. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ്, വോൾട്ടേർ. താഴെ പറയുന്ന ഉദ്ധരണികളിൽ ശരിയായവയാണ്: എനിക്ക് ശേഷം പ്രളയം, ലൂയി 15-മൻ. ഞാനാണ് രാഷ്ട്രം, ലൂയി 14-മൻ. ഓർത്തു വെച്ചോണം താഴെ പറയുന്ന ഉദ്ധരണികളിൽ ശരിയായവ: എനിക്ക് ശേഷം പ്രളയം, ലൂയി 15-മൻ. ഞാനാണ് രാഷ്ട്രം, ലൂയി 14-മൻ. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ്? ഓപ്ഷൻ സി ചൈന. 2023 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏത്? ഓപ്ഷൻ ബി ഇൽമനൈറ്റ്. ചവറ കരിമണൽ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഇൽമനൈറ്റ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ വിഷുവം സാധിക്കുന്നത് ഏതു മാസത്തിലാണ്? ഓപ്ഷൻ എ സെപ്റ്റംബർ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏതു മാസത്തിലാണ്? സെപ്റ്റംബർ. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഓപ്ഷൻ ഡി ഉത്തരാഖണ്ഡ്. ഏത് സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഉത്തരാഖണ്ഡ്. സുവർണ ചതുഷ്കോണം എന്നത് ഒരു ഡാഷാണ്. ഓപ്ഷൻ സി ഹൈവേ. സുവർണ ചതുഷ്കോണം എന്നത് ഡാഷാണ്, ഹൈവേ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? ഓപ്ഷൻ എ PSLV. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏത്? PSLV. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ഓപ്ഷൻ സി 1, 2 and 4 ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു.
1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സ്വാശ്രയത്വം ഒരു പ്രധാന ലക്ഷ്യമാണ്. ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തതേത്? ഓപ്ഷൻ ബി 1 മാത്രം. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപ്പാദനം അഭൂതപൂർവമായി വർദ്ധിച്ചു. ഹരിത വിപ്ലവവുമായി ബന്ധമുള്ള പ്രസ്താവനകളാണ്. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ പ്രധാന പങ്കുവഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ HYV ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഹരിത വിപ്ലവവുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഓർത്തുവെച്ചോണം. ഡോക്ടർ എം.എസ്. സ്വാമിനാഥൻ പ്രധാന പങ്കുവഹിച്ചു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി എല്ലാം. 1, 2, 3 and 4 ശരിയാണ്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നു. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യമായിരുന്നു. 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ? ഓപ്ഷന് റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്. ഇന്ത്യയിൽ കാനേഷുമാരി സെൻസസ് തുടങ്ങിയ വർഷം? ഓപ്ഷൻ ബി 1881. ഇന്ത്യയിൽ കാനേഷുമാരി സെൻസസ് തുടങ്ങിയ വർഷം 1881. ചരക്ക് സേവന നികുതി GST എന്നാൽ? ഓപ്ഷൻ ഡി പരോക്ഷ നികുതി മാത്രം. ചരക്ക് സേവന നികുതി GST എന്നാൽ പരോക്ഷ നികുതി മാത്രം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ? ഓപ്ഷൻ ബി റോവിങ്, ചെസ്, ഗോൾഫ്. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ഓപ്ഷൻ സി ക്യാബിനറ്റ് മിഷൻ. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? ക്യാബിനറ്റ് മിഷൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത്? ഓപ്ഷൻ ബി ഇന്ത്യ വിൻസ് ഫ്രീഡം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏത്? ഇന്ത്യ വിൻസ് ഫ്രീഡം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3, 4 മാത്രം. ശരിയായ പ്രസ്താവനകൾ: ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതെന്ന് കണ്ടെത്തുക. ഇന്ത്യ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥനുമേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരം ഇല്ല. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായ പ്രസ്താവനകൾ: സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും വിവരാവകാശ കമ്മീഷനുകൾ രൂപവൽക്കരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥനുമേൽ പിഴ ഈടാക്കാം.
കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഏത്? ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? ഓപ്ഷൻ ബി 1, 3, 4 മാത്രം. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭാ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോകസഭ തെരഞ്ഞെടുപ്പ്. താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്, സംസ്ഥാന നിയമസഭ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോകസഭ തെരഞ്ഞെടുപ്പ്. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ദേശീയ പതാക. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയിൽ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ദേശീയ പതാക. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേരെന്ത്? ഓപ്ഷൻ സി സ്നേഹസാന്ത്വനം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര് സ്നേഹസാന്ത്വനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി പ്രസ്താവന 3 തെറ്റാണ്. തെറ്റായ പ്രസ്താവന തൻ്റെ വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണവും മന്ത്രിയുടെ ചുമതലയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ ശരിയായ പ്രസ്താവനകളാണ്. ഓർത്തുവെച്ചോണം. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. ആ പോയിന്റ്സ് പ്രത്യേകം ഓർത്തു വയ്ക്കുക കേട്ടോ. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്ത്? ഓപ്ഷൻ എ ഷാജഹാൻ. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേര് എ ഷാജഹാൻ. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓപ്ഷൻ ബി ഫെബ്രുവരി 2. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഫെബ്രുവരി 2. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ എ 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസാണ്. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂർ. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏത്? കണ്ണൂർ. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി? ഓപ്ഷൻ ബി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ എ ഓക്സിറ്റോസിൻ. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഓക്സിറ്റോസിൻ. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? ഓപ്ഷൻ ബി യൂസ്റ്റേഷ്യൻ നാളി. കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം യൂസ്റ്റേഷ്യൻ നാളി. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ സി 1, 3, 4 എന്നിവ ശരി. ശരിയായ പ്രസ്താവനകൾ: ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ:
ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിൻ്റെ ലക്ഷ്യം. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? ഓപ്ഷൻ സി എയ്ഡ്സ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? എയ്ഡ്സ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? ഓപ്ഷൻ ഡി പശ്ചിമ ബംഗാൾ. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? പശ്ചിമ ബംഗാൾ. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? ഓപ്ഷൻ എ 1, 2 എന്നിവ. സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? സിക്കിൾ സെൽ അനീമിയ, ഹീമോഫീലിയ. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ ഡി പീറ്റ്യൂട്ടറി ഗ്രന്ഥി. ഏത് ഗ്രന്ഥിയാണ് ശരീര വളർച്ചയെ നിയന്ത്രിക്കുന്നത്? പീറ്റ്യൂട്ടറി ഗ്രന്ഥി. വായിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ഏത്? ഓപ്ഷൻ ബി ചൈന. വായുവിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ ബി 10 സെന്റിമീറ്റർ. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം 10 സെന്റിമീറ്റർ ആയിരിക്കും. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം ഡാഷ് ആയിരിക്കും. ഓപ്ഷൻ ഡി 4:1. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം ഡാഷ് ആയിരിക്കും. 4:1. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? ഓപ്ഷൻ സി അൾട്രാവയലറ്റ് തരംഗങ്ങൾ. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം ഏതാണ്? അൾട്രാവയലറ്റ് തരംഗങ്ങൾ. ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ സി 14 ഭൗമദിനങ്ങൾ. ചാന്ദ്രയാൻ 3 വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിനു വേണ്ടിയാണ്? 14 ഭൗമദിനങ്ങൾ. ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഓപ്ഷൻ എ ഇലക്ട്രോൺ ഡൈനാമിക്സ്. ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023 ഭൗതികശാസ്ത്ര നോബൽ പുരസ്കാരം ലഭിച്ചത്? ഇലക്ട്രോൺ ഡൈനാമിക്സ്. 2025 നോബൽ പുരസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസ് ഉള്ള വീഡിയോ ചാനലുണ്ട്. നിങ്ങളെല്ലാവരും അത് പോയി കണ്ട് പഠിക്കണേ. കണ്ടുപിടുത്തം എന്തിനാണെന്നും ആൾക്കാരുടെ പേരും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. 2025 നോബൽ പ്രൈസ്. അപ്പോൾ അത് എല്ലാവരും പോയി പഠിക്കുക കേട്ടോ. അപ്പോൾ 2022 മുതൽ 25 വരെയുള്ള നോബൽ പ്രൈസുകൾ പഠിച്ചു വെച്ചോളൂ. അപ്പോൾ ഏത് വർഷത്തെ ചോദിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. കൂടുതൽ സാധ്യത 2024-25 എന്നാലും ഇപ്പം ചില പരീക്ഷകളിലൊക്കെ 2022 മുതലുള്ളത് ചോദിക്കുന്നുണ്ട്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവക അവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? ഓപ്ഷൻ സി മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവക അവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏത്? മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറിജിയിൽ അടങ്ങിയിട്ടുള്ളത്? ഓപ്ഷൻ ഡി HCl, HNO3. ഹൈഡ്രോക്ലോറിക് ആസിഡും നൈട്രിക് ആസിഡും. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ച് കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറിജിയിൽ അടങ്ങിയിട്ടുള്ളത്? HCl, HNO3. പൂരിതലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷാണ്. ഓപ്ഷൻ എ ഏകാത്മക മിശ്രിതം. പൂരിതലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷാണ്. ഏകാത്മക മിശ്രിതം. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏതു മേഖലയിലെ സംഭാവനയ്ക്കാണ്? ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകൾ. 2023 രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ഏതു മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? ക്വാണ്ടം ഡോട്ടുകൾ. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ 2025 നോബൽ പ്രൈസ് പഠിച്ചു വെക്കുക കേട്ടോ. കണ്ടുപിടുത്തോ നോബൽ പുരസ്കാര ജേതാക്കളുടെ ഡീറ്റെയിൽസ് പഠിക്കുക. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം? ഓപ്ഷൻ എ CaO, കാൽസ്യം ഓക്സൈഡ്. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം CaO, കാൽസ്യം ഓക്സൈഡ്.
മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ. ഓപ്ഷൻ എ അലിംഗം. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ അലിംഗം. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാരാണ്? ഓപ്ഷൻ ഡി ഹർമൻപ്രീത് കൗർ. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചതാരാണ്? ഹർമൻപ്രീത് കൗർ. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികൾ? ഓപ്ഷൻ സി പി രാമചന്ദ്രൻ. ഇവിടെയുണ്ട് ഞാൻ എന്നറിയിക്കുവാൻ മധുരമാമൊരു കൂവൽ മാത്രം മതി. ആരുടെ വരികൾ? പി രാമചന്ദ്രൻ. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ഓപ്ഷൻ എ BNCAP. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? BNCAP. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 2, 3 മാത്രം ശരി. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ. ശരിയായ ജോഡി കണ്ടെത്തുക. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ, ONV കുറുപ്പ്, അലക്സാണ്ടർ പുഷ്കിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ബി 3 മാത്രം. യോജിക്കാത്ത പ്രസ്താവന യോഗക്ഷേമ സഭയുമായി ചേർന്ന് പ്രവർത്തിച്ചു. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ്: പത്തനംതിട്ടയിലെ ഇരവിപേരൂരിൽ ജനനം, പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചു, ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ഓർത്തുവച്ചോണം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കുന്ന പ്രസ്താവനകൾ: പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിൽ ജനനം, പ്രത്യക്ഷരക്ഷാ ദേവസഭ സ്ഥാപിച്ചു, ശ്രീമൂലം പ്രജാസഭയിൽ 1921 1931 അംഗമായി. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1, 3. മൂഷകവംശ മഹാകാവ്യം അതുലൻ, കേരളപ്പഴമ, ഹെർമൻ ഗുണ്ടർട്ട്. ശരിയായ ജോഡി കണ്ടെത്തുക. മൂഷകവംശ മഹാകാവ്യം അതുലൻ, കേരളപ്പഴമ, ഹെർമൻ ഗുണ്ടർട്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 1, 4. യോജിക്കാത്ത പ്രസ്താവന വായിക്കുന്നില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ വായിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കുന്ന പ്രസ്താവനകളാണ്: INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. അപ്പോൾ ആ പോയിന്റ്സ് പ്രത്യേകം ഓർത്ത് വെച്ചോണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ: INCയുടെ ആദ്യ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 4. ശരിയായ പ്രസ്താവനകൾ: 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിനു വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ടു. ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. ഫ്രഞ്ച്. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 2, 3. ശരിയായ പ്രസ്താവനകൾ: UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം 2022 നവംബറിൽ ഈജിപ്തിലാണ് നടന്നത്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്. 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1, 4. ശരിയായ പ്രസ്താവനകൾ:
ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു. മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ അസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ ബി 1, 2. ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ: ട്രോപ്പോസ്ഫിയർ കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ, അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 1, 4. ശരിയായ ജോഡികൾ: ഹിമാലയ മടക്കുപർവ്വതം, ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം. ശരിയായ ജോഡികൾ: ഹിമാലയ മടക്കുപർവ്വതം, ബാരൻ ദ്വീപുകൾ അഗ്നിപർവ്വതം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2, 4. ശരിയായ പ്രസ്താവനകൾ: അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ്. ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന: അർത്ഥശാസ്ത്രത്തിലെ ചൂർണി എന്ന് പരാമർശിച്ചിരിക്കുന്നത് പെരിയാർ നദിയെയാണ്. ചാലക്കുടിപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ചിരിക്കുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ ബി 2, 3. മേട്ടൂർ ഡാം കാവേരി, തെഹരി ഡാം ഭാഗീരഥി നദി. ശരിയായ ജോഡി കണ്ടെത്തുക. മേട്ടൂർ ഡാം കാവേരി, തെഹരി ഡാം ഭാഗീരഥി നദി. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി 1, 2, 4. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. ശരിയായ ജോഡികൾ: ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ, കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ദ്വിതീയ മേഖല സംഭാവന 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന ചെയ്യുന്നത് പ്രാഥമിക മേഖലയാണ്. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു. ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ എ പ്രസ്താവന 1 ശരിയാണ്, 2 ശരിയല്ല. ശരിയായ പ്രസ്താവന: ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. പാലുൽപാദനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്: ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. ധാതുക്കളുടെ ശേഖരത്തിലുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തി ഉത്തരം നൽകുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. മയൂർഭഞ്ച് ഇരുമ്പ്, കോലാർ സ്വർണം, റാണിഗഞ്ച് കൽക്കരി, മലഞ്ചുഖണ്ഡ് ചെമ്പ്. ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1-ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2-ലും നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തി ഉത്തരം നൽകുക. മയൂർഭഞ്ച് ഇരുമ്പ്, കോലാർ സ്വർണം, റാണിഗഞ്ച് കൽക്കരി, മലഞ്ചുഖണ്ഡ് ചെമ്പ്. ിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ഓപ്ഷൻ ഡി പ്രസ്താവന 1, 2, 3 എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുടെ ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത്:
സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുടെ ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളിലൂടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏത്? ഓപ്ഷൻ ബി, ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമായിരുന്നു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവയാണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഓർത്തു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി, 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ ഡി, ശ്രീ സച്ചിദാനന്ദൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ സച്ചിദാനന്ദൻ. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി, 74-ാം ഭേദഗതി. രാജ്യത്ത് ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി തിരഞ്ഞെടുക്കുക. 74-ാം ഭേദഗതി. ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി. ഓപ്ഷൻ ബി, സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. സംസ്ഥാനത്തിൻ്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി. ഓപ്ഷൻ ഡി, ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, അതായത് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഓർത്തു വെച്ചോണം, ഇന്ത്യയുടെ നിലവിലെ, അതായത് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. ഇതിപ്പോൾ 2023 അനുസരിച്ചാണ് ഇപ്പോൾ ഇവിടെ ഈ ചോദ്യപേപ്പറിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ഡി. നിങ്ങളിപ്പം നിലവിലുള്ളതാണ് പഠിക്കേണ്ടത്. അതായത് 53ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇന്ത്യയുടെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമായില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ കൊടുക്കണം. എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം ഏത്? ഓപ്ഷൻ ഡി, വോട്ടവകാശം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമില്ലാത്ത ആശയം വോട്ടവകാശം. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശമുള്ള ആശയങ്ങൾ: സമത്വം, സാഹോദര്യം, ജനാധിപത്യം.
താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഉള്ള ആശയങ്ങൾ ഓർത്തുവെച്ചോണം. സമത്വം, സാഹോദര്യം, ജനാധിപത്യം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ സി തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത്. മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ എ ആർട്ടിക്കിൾ 51A. മൗലിക കടമകൾ ഉൾപ്പെടുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? ആർട്ടിക്കിൾ 51A. കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? ഓപ്ഷൻ ബി കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കേരളത്തിലെ സ്കൂളുകളുടെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കിയ പൊതുമേഖലാ സ്ഥാപനം ഏത്? കൈറ്റ്. കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കൈറ്റാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി സ്വത്തവകാശം ഒരു മൗലിക അവകാശമാണ്. നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകളാണ്: മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഓർത്തുവെച്ചോണം മൗലിക അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ 3-ാം ഭാഗമാണ്. മൗലികാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. സുപ്രീം കോടതിയെ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത്? ഓപ്ഷൻ എ കണ്ണൂർ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല കണ്ണൂർ. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ഡി ലൈഫ് മിഷൻ. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ലൈഫ് മിഷൻ. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം ഏത്? ഓപ്ഷൻ സി 18 വയസ്സ് പൂർത്തിയായിരിക്കണം. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമായ മാനദണ്ഡങ്ങളാണ്: 1950 ജാനുവരി 26 ശേഷം ഇന്ത്യൻ ഭൂപ്രദേശത്ത് ജനിച്ച വ്യക്തി ആയിരിക്കണം. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. 5 വർഷമോ അതിലധികമോ കാലമായി ഇന്ത്യൻ ഭൂപ്രദേശത്ത് താമസിക്കുന്ന ആളായിരിക്കണം. ആ പോയിന്റ്സും കൂടെ ഓർത്ത് വെക്കുക. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവെച്ചിരിക്കുന്ന പ്രദേശം? ഓപ്ഷൻ ബി തട്ടേക്കാട്. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കിവെച്ചിരിക്കുന്ന പ്രദേശം തട്ടേക്കാട്. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്? ഓപ്ഷൻ ഡി 1, 2, 3, 4. ചെവിക്കുടയിൽ കശേരുക്കൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്? ചെവിക്കുടയിൽ കശേരുക്കൾക്കിടയിൽ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് നേസൽ സെപ്റ്റത്തിൽ. ളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏത്? ഓപ്ഷൻ എ ഇരുമ്പ്. COVID-19 കാരണമായ സൂക്ഷ്മജീവി? ഓപ്ഷൻ സി വൈറസ്. COVID-19 കാരണമായ സൂക്ഷ്മജീവി വൈറസ്. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ്. ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ സി 1 മാത്രം, കോഴിക്കോട്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? ഓപ്ഷൻ ഡി രക്തഗ്രൂപ്പ് AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? രക്തഗ്രൂപ്പ് AB. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം ഏത്? ഓപ്ഷൻ ബി രാജസ്ഥാൻ. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ കോഡ് ഷോർട്സിലുണ്ട്. എല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം രാജസ്ഥാനാണ്. ഭൂഗുരുത്വ ത്വരണം Gയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. ശരിയായ പ്രസ്താവനകൾ: ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരാനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏത്? ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും.
ഒരു വസ്തുവിൻ്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരാനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? ഓപ്ഷൻ ഡി 20 സെൻറ്റിമീറ്റർ. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രത ആരം 40 സെൻറ്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം എത്ര? 20 സെൻറ്റിമീറ്റർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 1 മാത്രം. ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിൻ്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകളാണ്. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടാകുന്ന ഭാരക്കുറവ് അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്കോ കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ ശരിയായ പ്രസ്താവനകൾ ഓർത്തു വെച്ചോണം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്ത ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടായ ഭാരക്കുറവ് അതിനനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിൻ്റെയും ശുദ്ധജലത്തിൻ്റെയും സാന്ദ്രതാ വ്യത്യാസം കൊണ്ടാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഓപ്ഷൻ സി 1, 2 ആൻഡ് 3. ശരിയായ പ്രസ്താവനകൾ: വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും കഴിയും. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNGയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ: വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ കഴിയും. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത്? ഓപ്ഷൻ ബി ന്യൂക്ലിയർ ഊർജം. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത്? ന്യൂക്ലിയർ ഊർജം. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിംഗ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിംഗ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? ഓപ്ഷൻ ഡി ക്ലോറിൻ. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിംഗ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിംഗ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച് ഏത് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? ക്ലോറിൻ. താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ എ 1, 3. ശരിയായ പ്രസ്താവനകൾ: ലീനത്തിൻ്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ലീനത്തിൻ്റെ സ്വഭാവം ലയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. ആറ്റം മാതൃകയുമായി ബന്ധമുള്ളതും ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഓപ്ഷൻ ഡി 1, 2, 3 ആൻഡ് 4. ശരിയായ പ്രസ്താവനകൾ: റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ: റൂദർഫോർഡിൻ്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജ്ജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തൻ്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനുമായി ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ
കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൺ മെൽഡൺ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്? ഓപ്ഷൻ ഡി ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം. 2022 രസാന്തരത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൽ മെൽഡൽ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്? ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം. നോബൽ സമ്മാനം പഠിക്കുമ്പോൾ 2022 മുതൽ 2025 വരെയുള്ള നോബൽ പുരസ്കാരങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കുക കേട്ടോ. കണ്ടുപിടുത്തങ്ങളും ജേതാക്കളും. +2 ലെവൽ, ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ആണെങ്കിൽ ചിലപ്പം 2022 മുതലുള്ളത് ചോദിക്കാറുണ്ട്. എന്നാലും ഇതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് 2024-25 വർഷത്തെയാണ് കേട്ടോ. 2024-25 വർഷത്തെ നോബൽ പുരസ്കാരങ്ങൾ ഡീറ്റെയിൽഡായിട്ട് തന്നെ പഠിക്കുക. അതായത് ജേതാക്കളും കണ്ടുപിടുത്തങ്ങളും. 2025 നോബൽ പുരസ്കാര ജേതാക്കളുടെ ഡീറ്റെയിൽസ് ചാനലിലുണ്ട്. നിങ്ങളെല്ലാവരും അത് പോയി കണ്ട് പഠിക്കണം കേട്ടോ. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്? ഓപ്ഷൻ ബി ലെഡ്. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിൻ്റെ സാന്നിധ്യമാണ്? ലെഡ്. അവനി ലഹര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏതിനത്തിലാണ്? ഓപ്ഷൻ എ 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. അവനി ലഖാര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏതിനത്തിലാണ്? 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗം. വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ബി അംഷി നാരായണ പിള്ള. വരിക വരിക സഹചരി എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിൻ്റെ രചയിതാവ് അംഷി നാരായണ പിള്ള. കഥകളിയിലെ ആദ്യ ചടങ്ങിൻ്റെ പേരെന്ത്? ഓപ്ഷൻ സി കേളികൊട്ട്. കഥകളിയിലെ ആദ്യ ചടങ്ങിൻ്റെ പേര് കേളികൊട്ട്. പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? ഓപ്ഷൻ എ പുന്നപ്ര വയലാർ സമരം. പി കേശവദേവ് രചിച്ച ഉലക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? പുന്നപ്ര വയലാർ സമരം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം, സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഓപ്ഷൻ ഡി ആലുവ താലൂക്കിലെ തുരുത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം, സീഡ് ഫാം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആലുവ താലൂക്കിലെ തുരുത്ത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? ഓപ്ഷൻ ബി PT ഉഷ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് PT ഉഷ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു? ഓപ്ഷൻ ബി ഗേറ്റ് വേ. വിവിധ തരത്തിലും പ്രോട്ടോക്കോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഡാഷ് ഉപയോഗിക്കുന്നു? ഗേറ്റ് വേ. ഡക്ക് ഡക്ക് ഗോ എന്നത് ഓപ്ഷൻ ഡി ഒരു സെർച്ച് എഞ്ചിനാണ്. ഡക്ക് ഡക്ക് ഗോ എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ്? ഓപ്ഷൻ സി സ്പാംസ്. ഇമെയിൽ ഉപയോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിൻ്റെയോ ഉൽപ്പന്നത്തിൻ്റെയോ പ്രചാരണത്തിന് അയക്കുന്ന സന്ദേശമാണ് സ്പാംസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ്? ഓപ്ഷൻ സി സ്കാനർ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്